അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 4ാമത്തെ പാഠം അദ്ദർസുർ റാബിഅ, പാഠം 4. അൽ ഇൽഹാറു വൽ ഇദ്ഗാം. ഇൽഹാറിനെ കുറിച്ചും ഇദ്ഗാമിനെ കുറിച്ചും പറയുന്ന പാഠമാണ്. നേരത്തെ നമ്മൾ പഠിച്ച ക്ലാസ്സിൽ അഥവാ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ പാഠത്തിൽ പഠിച്ചത് സുക്കൂനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങളെക്കുറിച്ചാണ്. ആ 5 നിയമങ്ങൾ ഏതെല്ലാം എന്നുള്ളത് തുടർന്നുള്ള പാഠങ്ങളിൽ വിശദീകരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇൽഹാർ, ഇദ്ഗാം എന്നിവ വിശദീകരിക്കുന്നത്. നമുക്ക് നോക്കാം. സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും വ്യക്തമായി ഉച്ചരിക്കുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും വ്യക്തമായി ഉച്ചരിക്കുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. സാധാരണ സുക്കൂനുള്ള ഒരു അക്ഷരം ഉച്ചരിക്കുന്ന പോലെ ഇവിടെ ഉച്ചരിക്കണം. സാധാരണ സുക്കൂനുള്ള ഒരു അക്ഷരം ഉച്ചരിക്കുന്ന പോലെ ഇവിടെ ഉച്ചരിക്കണം, അഥവാ വ്യക്തമായി ഉച്ചരിക്കണം എന്നർത്ഥം. സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ആണ് ഇൽഹാർ ചെയ്യേണ്ടത്. സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളുണ്ട്. ആ 6 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ നിയമം ഇൽഹാറാണ്, അഥവാ സുക്കൂനായ നൂനിനെയും തൻവീനിനെയും വെളിവാക്കി ഉച്ചരിക്കണം എന്നതാണ്. ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. 6 ഹൽക്കിൻ്റെ അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. സുക്കൂനായ നൂനിൻ്റെ ഉദാഹരണങ്ങളും തൻവീനിൻ്റെ ഉദാഹരണങ്ങളും നൽകിയിട്ടുണ്ട്. ഉറൂഫുൽ ഹൽഖി: ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈൻ. ഹംസിൻ്റെ ഉദാഹരണമാണ് മൻ ആമന. മൻ ആമന. ഇവിടെയുള്ള നൂന് നമ്മൾ ശ്രദ്ധിക്കൂ. സുക്കൂനായ നൂനിനെ വ്യക്തമായി ഉച്ചരിച്ചു. മൻ ആമന. തൻവീൻ്റെ ഉദാഹരണമാണ് കഫാരിൻ അസീം. കഫാരിൻ അസീം. റിൻ. ഇവിടെ തൻവീനെ വ്യക്തമായി ഉച്ചരിച്ചു. മറ്റൊന്ന് ഹ ആണ്. മിൻ ഹാദിൻ. മിൻ ഹാദിൻ. ഖൗമിൻ ഹാദിൻ. ഖൗമിൻ ഹാദിൻ. ഐനിൻ്റെ ഉദാഹരണമാണ് അൻഅംത. അൻഅംത. സമീഉൻ അലീം. സമീഉൻ അലീം. അടുത്ത ഉദാഹരണം ഹാഇൻ്റെ ഉദാഹരണം വൻഹർ. വൻഹർ. അലീമുൻ ഹകീം. അലീമുൻ ഹകീം. ഗൈനിൻ്റെ ഉദാഹരണമാണ് ഫസയുൻഗിലൂന. ഫസയുൻഗിലൂന. മാഅൻ ഗദഖ. മാഅൻ ഗദഖ. ഇവിടെയുള്ള സുക്കൂനായ നൂനും തൻവീനും ഇൽഹാർ എന്ന നിയമത്തിലാണ് നമ്മൾ ഉച്ചരിച്ചത്. കാരണം സുക്കൂനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം വന്നു എന്നുള്ളതാണ് കാരണം. ഖാഇൻ്റെ ഒരു ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. മിൻ ഖൈരിൻ കറത്തുൻ ഖാസിറ. അൽ ഇദ്ഗാം. ഇനി ഇദ്ഗാം എന്ത് നോക്കാം. സുക്കൂനുള്ള അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. സുക്കൂനുള്ള ഒരു അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ അഥവാ ഹർക്കത്തുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ലാം, റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തൻവീനിനെയും ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ഉന്നത്ത് ചെയ്യാതെ ശ്രദ്ധ നൽകി ഉച്ചരിക്കണം. സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ലാം, റാ എന്നീ 2 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ഉന്നത്ത് ചെയ്യാതെ അഥവാ ചേർത്ത് ഓതണം. ഉന്നത്ത് ചെയ്യാൻ പാടില്ല, മണിക്കാൻ പാടില്ല. ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇദ്ഗാം ബിലാ ഗുന്ന. ചേർത്ത് മണിക്കാതെ ഓതുന്നതിനാണ്
ലയിപ്പിച്ച് ഓതണം, പക്ഷേ ഉന്നത്ത് ചെയ്യാൻ പാടില്ല. അതിന് പേരാണ് ഇദ്ഗാം ബിലാ ഗുന്ന. താഴെ ഉദാഹരണങ്ങൾ നമുക്ക് വായിച്ച് നോക്കാം. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഹർഫ് ലാമ് റ എന്നുള്ളതാണ്. സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഈ അക്ഷരങ്ങൾ വന്നതിൻ്റെ ഉദാഹരണം നോക്കാം. വലം യകുല്ലഹു, വലം യകുല്ലഹു, യകുല്ലഹു ഇവിടെ നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു, ചേർത്ത് വായിച്ചു. വ ആയതുല്ലഹും, വ ആയതുല്ലഹും മിർ റസൂലിൻ, മിർ റസൂലിൻ ഐഷത്തുൻ റാദിയ, ഐഷത്തുർ റാദിയ, ഐഷത്തുർ റാദിയ. ഇവിടെ നമ്മൾ സുക്കൂനായ നൂനിനെയും തൻവീനെയും ശേഷമുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിച്ച് അഥവാ ചേർത്ത് നമ്മൾ ഓതി. പക്ഷേ ഇവിടെ നമ്മൾ ഗുന്നത്ത് ചെയ്തിട്ടില്ല, മണിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. സുക്കൂനുള്ള നൂനിനും തൻവീനും ശേഷം യാ, നൂന്, വാവ്, മീമ്, എനൂമു അല്ലെങ്കിൽ എൻമു, യാ, നൂന്, മീമ്, വാവ് ഈ 4 അക്ഷരങ്ങൾ എന്നീ 4 അക്ഷരങ്ങളിൽ നിന്ന് ഒന്ന് വന്നാൽ നൂനിനെയും തൻവീനെയും ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ഗുന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു ഗുന്നത്ത് ചെയ്യരുത്, ചേർത്ത് ഓതണം, ലയിപ്പിച്ച് ഓതണം. പക്ഷേ ഇവിടെ സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഈ 4 അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ ചേർത്ത് ഓതുകയും വേണം, അഥവാ ലയിപ്പിച്ച് ഓതുകയും വേണം, ഗുന്നത്ത് ചെയ്യുകയും വേണം. ഇതിന് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയുന്നു. ഇതിന് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നു. താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ വായിച്ച് നമുക്ക് പരിശീലിക്കാം. 4 ഉദാഹരണങ്ങൾ വന്ന ഭാഗം നമുക്ക് നോക്കാം. സുക്കൂനായ നൂനിൻ്റെ ശേഷവും തൻവീൻ്റെ ശേഷവും നൂന്, മീമ്, വാവ്, യാ അഥവാ ഈ 4 അക്ഷരങ്ങൾ വന്നതിൻ്റെ ഉദാഹരണം. മിൻ നിഅമത്തിൻ, അതിൻ്റെ ഉച്ചാരണം ഇങ്ങനെയാണ്. മിൻ നിഅമത്തിൻ യൗമഇദിൻ നാഇമ, യൗമഇദിൻ നാഇമ. കണ്ടില്ലേ, ഇവിടെ എല്ലാം ചേർത്ത് ഓതുന്നതോടൊപ്പം നമ്മൾ ഗുന്നത്ത് ചെയ്താണ് ഓതുന്നത്. മിമ്മാലില്ലാഹ് കഅസ്ഫിൻ മഅകൂൽ മിൻ വലദിൻ യൗമഇദിൻ വാഹിയ വമൻ യഅമൽ ബർഖൻ യജ്അലൂന. ഇവിടെയെല്ലാം സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഇദ്ഗാമുൻ ബിഗുന്നയുടെ 4 അക്ഷരങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ ഇദ്ഗാം ബിഗുന്ന ചേർത്ത് മണിച്ച് ഓതുകയാണ് ചെയ്തത്. അതാണ് ഇതിൻ്റെ നിയമങ്ങൾ. നമുക്ക് തദ്രീബാത്തിലുള്ള ചില ഭാഗങ്ങൾ കൂടി നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗമാണ് ഉത്തരം എഴുതുക എന്നത്. ചോദ്യം 1. ഇൽഹാർ എന്നാൽ എന്ത്? ഇൽഹാർ എന്നാൽ എന്ത്? ഉത്തരം: സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും വ്യക്തമായി ഉച്ചരിക്കുന്നതിന് ഇൽഹാർ എന്ന് പറയുന്നു. സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും വ്യക്തമായി ഉച്ചരിക്കുന്നതിന് ഇൽഹാർ എന്ന് പറയുന്നു. ചോദ്യം 2. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ. ഈ 6 അക്ഷരങ്ങളെയാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ. ചോദ്യം 3. ഇദ്ഗാം എന്നാൽ എന്ത്? ഇദ്ഗാം എന്നാൽ എന്ത്? ഉത്തരം: സുക്കൂനുള്ള അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. സുക്കൂനുള്ള അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. ചോദ്യം 4. ഇദ്ഗാമിൻ്റെ 2 ഇനങ്ങൾ ഏതൊക്കെ? ഇദ്ഗാമിൻ്റെ 2 ഇനങ്ങൾ ഏതൊക്കെ? ഉത്തരം: ഇദ്ഗാമുൻ ബിഗുന്ന, ഇദ്ഗാമുൻ ബിലാ ഗുന്ന. ഇദ്ഗാമുൻ ബിഗുന്ന ചേർത്ത് മണിച്ചോതുന്നതിനെയാണ് പറയുന്നത്.
ഇദ്ഗാമുൻ ബിലാ ഗുന്ന ചേർത്ത് മണിക്കാതെ ഓതുന്നതിനെയാണ് പറയുന്നത്. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. നിലവിലെ ഖുർആൻ ഭാഗത്ത് നിന്ന് ഇദ്ഗാമിനും ഇൽഹാറിനും 3 ഉദാഹരണങ്ങൾ വീതം നമ്മൾ കണ്ടെത്തി എഴുതുക. നിലവിൽ നമുക്ക് ഖുർആനിൻ്റെ ഭാഗം ഏതാണോ ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ ചില ഉദാഹരണങ്ങൾ നൽകേണ്ടത്. സൂറത്ത് ആല് ഇമ്രാനാണ് നമുക്ക് ഇവിടെ പാരായണം ചെയ്യുന്നത്. സൂറത്ത് ആല് ഇമ്രാനിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇദ്ഗാമിൻ്റെ ഉദാഹരണം. അതുപോലെ തന്നെ നമുക്ക് ചില ഉദാഹരണങ്ങൾ കണ്ടെത്തി നമുക്കിതിൽ നൽകിയിട്ടുണ്ട്, നോക്കാം. വവാലിദിൻ വമാ വലദ് നാറും മുഅ്സദ അല്ലൻ യഖ്ദിറ അല്ലം യറഹു അഹദ്. ഇതെല്ലാം ഇദ്ഗാമിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്തത് ഇൽഹാറിൻ്റെ ഉദാഹരണം നോക്കാം. ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ. അടുത്തത് അഹദുൻ അലം ഫീ കബദിൻ അയഹ്സബു ലാ മഖ്റബത്തിൻ ഔ. ഇതെല്ലാം ഇൽഹാറിൻ്റെ ഉദാഹരണങ്ങളാണ്. ഖുർആൻ നമ്മൾ മറിച്ച് നോക്കിയാൽ ഒരുപാട് ഇതുപോലെ സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഇൽഹാറിനും ഇദ്ഗാമിനും വരുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ നമ്മൾ കണ്ടെത്തി ഒരു പേപ്പറിൽ എഴുതി കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ക്ലാസ് ഉസ്താദിനെ കാണിച്ച് കൊടുക്കാം. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.